നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, വെൽക്കം ബാക്ക്. ഞാൻ ആദ്യത്തെ റീഡിങ്ങിൽ അത്തം വരെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി എടുക്കാം. നമ്മുടെ പൗർണമി ദിവസം, ഫുൾ മൂൺ ദിവസം, അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിലേക്ക് വരുന്ന എനർജി എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത്? ഓക്കെ, ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് അതങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഓരോ കാർഡ്സ് എടുക്കാം, ഗൈഡൻസും എടുക്കാം. ഓക്കെ, അത്തം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ചിത്തിര വെച്ച് തുടങ്ങാം. ഓക്കെ, ചിത്രകാർക്ക് എന്താ വരുന്നത്? ഓക്കെ, 6 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് നമ്മളൊരു പഴയ മെമ്മറീസിൽ ആലോചിക്കുന്ന കാര്യമാണ്. അതായത് ഫ്രണ്ട്സിനെ കുറിച്ച് ഓർക്കുന്നതായിരിക്കാം, നമ്മുടെ ചെറുപ്പകാലത്തിനെ കുറിച്ച് ഓർക്കുന്നതായിരിക്കാം. കുറച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയോ പാസ്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കുക എന്ന രീതിക്കും പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് ചിലവർക്ക് ആക്ച്വലി നമ്മൾ എന്താ പറയുക, ചൈൽഡ്ഹുഡ് ഹോമിലേക്ക് പോകുന്ന, അതായത് നമ്മുടെ നാട്ടിലേക്ക് ഒരു യാത്ര മേ ബി പോസിബിൾ ആയിരിക്കാം. നിങ്ങൾക്ക് ശനി ഞായറൊക്കെ ആയതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് അങ്ങനെ യാത്ര നിങ്ങൾ വലുതും ചെയ്യുന്നുണ്ടാവാം. ഫ്രണ്ട്സിനെ കാണാനോ ഫാമിലി മീറ്റ് ചെയ്യാനോ ഒക്കെ വീട്ടിലേക്ക് പോകുന്ന പോലെയോ, വേറെ സ്ഥലത്താണ് നിങ്ങൾ ജോലിയെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ട്രാവൽ അങ്ങനെ വലുതുമായിരിക്കും. ചിലവർക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നു എന്ന രീതിയിൽ പറയാം. ഓക്കെ, മേ ബി ആ മിസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ നമുക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചില ചിന്തകൾ അതിലൊക്കെ ഇരിക്കുന്നതായിട്ടാണ്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്, അങ്ങനെയും പറയാം. ഓക്കെ, ഒരു അല്പം ഐ തിങ്ക് ഒരു നോസ്റ്റാൾജിക് ഡേ എന്ന രീതിക്ക് പറയാം. ഓക്കെ, നമ്മൾ ആക്ച്വലി ഫുൾ മൂൺ നമ്മൾ അങ്ങനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മളൊന്ന് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കുക, പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ചിലപ്പോൾ നഷ്ടമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചില ജസ്റ്റ് നല്ല മെമ്മറീസിനെ കുറിച്ചും ആയിരിക്കാം, രണ്ടും ആവാം. ഓക്കെ, ഒന്ന് ഓർത്ത് ജസ്റ്റ് ഐ തിങ്ക് ഒരു മൂഡ് നിങ്ങളിന്ന് ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിക് മൂഡിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, ടേൺ നോളജ് ഇൻ ടു വിസ്ഡം എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങളോട് ഇവിടെ അഡ്വൈസ് പറയുമ്പോൾ ഇപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനുണ്ടാവാം. ഓക്കെ, അത് മാത്രമല്ല മേ ബി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഇതിവിടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നുണ്ട്. സോ ചൈൽഡ്ഹുഡ് ആകുമ്പോൾ മേ ബി നിങ്ങൾ പഠിച്ച ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ചെറുപ്പം തൊട്ടേ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടത് പഠിച്ചിട്ടുമുണ്ട്, പക്ഷെ മേ ബി നിങ്ങളത് മുന്നോട്ട് മേ ബി ഇപ്പം നിങ്ങളുടെ ലൈഫിൽ അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ, അപ്പം അത് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ അറിവുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് ചെയ്യൂ എന്ന രീതിക്ക് കൂടി ആവാം. ഓക്കെ, ഒരല്പം നോസ്റ്റാൾജിക് മൂഡാണ് ചിത്തിരകാർക്ക് കാണുന്നത്. നമുക്ക് ചോതി നക്ഷത്രത്തിലേക്ക് പോവാം. ഓക്കെ, ചോതി നക്ഷത്രം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് ഇത് നിങ്ങളുടെ എനർജി എന്ന രീതിക്കാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ വേറെ ഓക്കെ, ആരോടെങ്കിലും നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കാം, വീട്ടിലെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡി എനർജി എന്ന രീതിക്ക് നമുക്ക് പറയാം. ആരോടെങ്കിലും നിങ്ങളൊരു വാക്ക് തർക്കമോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയാണ്. വീട്ടിലെ ഫാമിലി ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെ നമുക്ക് പറയാം, രണ്ടും പറയാം. ഓക്കെ, അതായത് നിങ്ങൾ അത് നെഗറ്റീവായിട്ട് ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. മേ ബി നിങ്ങൾ കൂടുതലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ്. ഓക്കെ, ഒരല്പം ഇന്നത്തെ ദിവസം എന്ന് മാത്രമേ മേ ബി നിങ്ങൾ എല്ലാവരോടും ദേഷ്യം തോന്നുന്നുണ്ടാവാം നിങ്ങൾക്കിന്ന്. ഓക്കെ, ദേഷ്യം വരുന്ന സമയങ്ങളായിരിക്കും. ആക്ച്വലി ഫുൾ മൂൺ ഇയേഴ്സ് അങ്ങനെ ആവാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഓവർ ഇമോഷണൽ ആക്കും, ചിലപ്പോൾ അത് നമുക്ക് ദേഷ്യമോ കാര്യങ്ങളൊക്കെ വരും, അങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ മേ ബി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദേഷ്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആണ് ശരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ക്യാരക്ടറാണ്. നിങ്ങൾക്ക് എല്ലാം എന്താ പറയുക, നല്ലോണം ഒരു ധൈര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തായാലും ഇന്നത്തെ ദിവസം ഐ തിങ്ക് നിങ്ങൾ വളരെ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയിരിക്കാം. ഓക്കെ, ഇറിറ്റേറ്റഡ് ആവാനുള്ള സാധ്യതയാണ്. എന്ന് മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നമ്മൾ വെട്ടിമാറ്റി എന്തെങ്കിലുമൊക്കെ നമ്മൾ മുന്നോട്ട് ആക്ഷൻ എടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പവർ ഗെയിൻ ചെയ്ത് ചിലവരോട് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നമ്മൾ ചില സമയത്ത്
ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളുണ്ട്. ഓക്കെ, മേ ബി ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്യുമായിരിക്കും. ഓക്കെ, എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഐ തിങ്ക് തുറന്നു പറഞ്ഞ് ഒരു വെട്ടി തുറന്നു പറയൽ എന്നൊക്കെ പറയില്ലേ, അർത്ഥം മുറിച്ച് പറയുക എന്നാൽ ചിലപ്പോൾ ആ ഒരു സംസാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ, ഈവൻ ഒരു ആക്ഷൻ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയാണെന്ന് ഇവിടെ കാണുന്നത്. നൗ ഇസ് എ ലക്കി ടൈം എന്ന് പറയുന്നുണ്ട്. ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ, നിങ്ങൾക്കിതൊരു ലക്കി സമയമാണ്. മേ ബി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന രീതിയിലാണ് പറയുന്നത്. ലക്കി ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇത് മേ ബി ഒരു ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുക. എനിക്ക് ഐ തിങ്ക് എന്തെങ്കിലും വാക്ക് തർക്കം വന്നാൽ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പറയണമെന്ന് പറയും. എനിക്ക് ചില ആക്ഷൻസ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടത് എന്താണ്, അതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക, ആക്ഷൻ എടുക്കുക, ബോൾഡായിട്ട് ഒരു ആക്ഷൻ എടുക്കുക. ചിലപ്പോൾ അത് ആവശ്യമായിരിക്കാം. എനിക്ക് ചിലവർക്ക് അനാവശ്യമായിട്ട് വല്ല വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, അതിലേക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ഐ തിങ്ക് മേ ബി ഇന്ന് വളരെ നിങ്ങളൊരു എന്താ പറയുക, ഒരു പ്രശ്നം ഉണ്ടാവുന്ന തരത്തിലാണ് കാണുന്നത്. ചിലവരൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതേതായിരുന്നു നമ്മുടെ ചോതി നക്ഷത്രം അല്ലേ? ചോതി നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം. ബോൾഡായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് അല്ല നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് തർക്കങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, വിശാഖം നക്ഷത്രം നോക്കാം നമുക്ക് നെക്സ്റ്റ്. വിശാഖം ഓക്കെ, ഹൈറുഫിൻ്റെ കാർഡാണ് ഇത്. നേരത്തെയും വേറൊരു വേറൊരു നക്ഷത്രക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹൈറുഫൻ എന്ന് പറയുമ്പോൾ ഇവിടെയും നിങ്ങളും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കാം. നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ആരെങ്കിലും ഗൈഡൻസ് തരാൻ ആരെങ്കിലും നിങ്ങൾ അപ്രോച്ച് ചെയ്യുമായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ കൺഫ്യൂഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് പ്രശ്നങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുക നിങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് സ്പിരിച്വൽ ആവാനുള്ള ഒരു സാധ്യതയാണ്. ഐ തിങ്ക് ആരുടെയോ ഞാൻ ഇന്നലെ റീഡിങ്ങിൽ പറയുന്നു, ആർക്കാണെന്നറിയില്ല. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഇതൊക്കെ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്ക് വേറെ ഒരു ഇത് കൂടി എടുത്തേക്കാമെന്ന്. വിശാഖംകാർക്ക് എന്താണ് വേറെന്താ കാണുന്നത്? ഏസ് ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സും നമ്മൾ പറയുന്നത് ഒരു പുതിയ തുടക്കം, ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വരുന്ന കാര്യം. ഓക്കെ, ബ്ലെസ്സിങ് വരുന്നു എന്ന് പറയാം. നമുക്ക് വിശാഖം ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുന്നതായിട്ട് പറയാം. യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിന് നിങ്ങൾ നല്ലോണം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഓൾറെഡി. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് ചിലത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഇസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ്. ഐ തിങ്ക് നിങ്ങൾ അവനവനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ്. മേ ബി സ്പിരിച്വൽ പാത്തിലായിരിക്കാം നിങ്ങൾ കുറേ പേര്. അപ്പോൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഏസ് ഓഫ് കപ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് എന്ന് കൂടിയാണ് പറയാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ടാവും, അവനവനെ നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ടാവും. സോ അത് വളരെ നല്ല കാര്യമാണ്. അതിൻ്റെതായ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കാണും. ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്ക്. ആൻഡ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് സ്പിരിച്വൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറെ കൗൺസിലേഴ്സ് ആവാം, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ മെൻറ്റർ കോളേജിലോ പ്രൊഫസറോ അങ്ങനെ ആരോടെങ്കിലും നിങ്ങൾ ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഇതുവരെ. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിക്ക് നിങ്ങളിൽ മാറ്റം വരുത്തുന്നതായിട്ട്. ഓക്കെ, വിശാഖം നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഫുൾ മൂൺ സമയത്ത് നല്ല എഫക്റ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അനീഴം നക്ഷത്രത്തിൽ കിടക്കുക. അനീഷം എന്നൊക്കെ പറയും അല്ലേ? അനീഴംകാർക്ക് എന്താണ് നോക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ കിട്ടുന്ന അഡ്വൈസ്. ചാരിയറ്റ്. ഓക്കെ, ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ പറയാം നമുക്ക്. ഓക്കെ, ഇവിടെ കറുപ്പും വെളുപ്പും 2 കുതിരയാണ് നമ്മൾ പറയുക. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ 2 ഇത് പറയാം. അതായത് നമുക്ക് ചോയ്സസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോയ്സ് പറയാം. അതിൽ ശരിയും തെറ്റും എന്ന രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് പറയാം. എന്തായാലും നിങ്ങൾ അതിനെ ബാലൻസിൽ നിങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അങ്ങനെ ബാലൻസിൽ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കത് സാധിക്കുന്നുണ്ട്. അതിൽ സക്സസ് നിങ്ങൾക്ക് പറയാം. ആൻഡ് മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് പോകുന്നതായിട്ടാണ് പറയുന്നത്.
ഓക്കെ. അപ്പോൾ പോരാത്തതിന് ചിലവർക്ക് യാത്രയായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ടാവും. ജോലിയുടെ കാര്യത്തിനായിരിക്കാം, കരിയറിൻ്റെ കാര്യത്തിന്, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. നല്ല കോൺഫിഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ്സിലേക്ക് ഓക്കെ സക്സസ് വരുന്നതായിട്ടാണ് പറയാം. ആൻഡ് മാറ്റങ്ങൾ എന്നും പറയും. നമ്മൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്, മാറ്റം, ചേഞ്ചസ് എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലും ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾ പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ സൈഡ് നിങ്ങൾ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തന്നെ തടസ്സം ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്കൊരു എന്താ പറയുക ധൈര്യത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഒരു കഴിവ് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ചാരിയറ്റ് കാർഡ് ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മൂവ്മെന്റ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് ആലോചിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിന്നുണ്ടായിരുന്നെങ്കിൽ അതിലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം, മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ചിലവർക്ക് യാത്ര, ഞാൻ പറഞ്ഞ പോലെ ഓക്കെ ചിലവർ യാത്ര പോകാനുള്ള സാധ്യതയാണ്. ദർ ഈസ് ഓൾവേസ് ഇനഫ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് മൂവ്മെന്റ് ഇപ്പം നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്യണം എന്ന നിർബന്ധമില്ല അല്ലേ. കുറച്ചായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ലൈഫിനെ നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും എത്തണം, ഡെസ്റ്റിനേഷനിൽ എത്തണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, നമുക്ക് മെല്ലെ മെല്ലെ പോയാലും മതി, നമ്മൾ എത്തേണ്ട അവിടെ എത്തും. അത് മാത്രമല്ല എല്ലാം ദർ ഈസ് ഓൾവേസ് ഇനഫ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും വേണം, അല്ലെങ്കിൽ ഇനിയും എന്താ നടക്കാത്തത്, കാര്യങ്ങൾ എന്താ നടക്കാത്തത്, ഇനി ആയില്ല, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരണ്ട. ഓക്കെ, എല്ലാം ഉണ്ട്, എല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിൽ എല്ലാം എല്ലാവർക്കും ഉള്ളത് ഇനഫ് ഉണ്ട്. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സമാധാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ഓക്കെ, അതിലേക്ക് നിങ്ങൾ എത്തും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, അവിടേക്ക് നിങ്ങൾ എത്തും. അതിൻ്റെതായ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും എന്ന് മാത്രം. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവനവനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇത് അനീഴംകാർക്കായിരുന്നു. തൃക്കേട്ട എടുക്കാൻ വേണ്ടി. ഓക്കെ, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്താ വരുന്നത്? ഞാൻ 4 of Pentacles. ഓക്കെ, ആക്ച്വലി ഇവിടെ നമ്മളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന കാര്യമാണ് പറയാം. ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾ. ഓക്കെ, ഒന്ന് പറയുന്നത് നമ്മളിവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഒരുപാട് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യില്ല ഓപ്പണായിട്ട്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടൊന്നും നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല. ചിലവർക്ക് ഇവിടെ പറയുന്നത് നിങ്ങൾ ചില സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് കളയാൻ തയ്യാറാവുന്നില്ല എന്നും പറയാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ നല്ലതിനല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും, അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നില്ല. ഓക്കെ, വിട്ട് കളയുന്നില്ല. ചിലപ്പോൾ ചില ചിന്താഗതികളും കൂടി ആയിരിക്കാം. ഓക്കെ, സിറ്റുവേഷൻ, സാഹചര്യം, ഒരു വ്യക്തിയൊന്നും ആവണമെന്നില്ല. നമ്മുടെ ചില ചിന്താഗതികളെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്, ഒന്ന് മാറ്റാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചേഞ്ച് വരുത്താനുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ തന്നെ ചിലപ്പോൾ മാറ്റം വരുത്താനുണ്ടാവും. ചിലത് നമ്മൾ ഒരു മാറ്റിയെടുക്കണം നമ്മൾ. അതായത് നമ്മൾ ചില കടുംപിടുത്തങ്ങളുണ്ടല്ലോ നമ്മുടെ. ഓക്കെ, ആ 4 of Pentacles എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ പിടിച്ചു വെക്കുന്നതായിട്ടാണ് പറയാം. ചിലപ്പോൾ ആവശ്യത്തിന് നമുക്ക് പൈസ ചിലവാക്കണമായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവില്ല. ഇവിടെ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാം ഇമോഷൻസ് ആയാലും ശരി, പണമായാലും ശരി, വ്യക്തികളായാലും ശരി, സിറ്റുവേഷൻസ് ആയാലും ശരി, നിങ്ങളെല്ലാം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒന്നിനെയും നിങ്ങൾ ഫ്രീ ആയിട്ട് തുറന്നു വിടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു മാറ്റം വരുത്താനുണ്ട് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടാവും എന്നും പറയാം. ഓക്കെ, സംബഡി ഈസ് കൺട്രോളിങ് യു എന്ന രീതിയിലും പറയാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരുപാട് നിങ്ങൾ ഓക്കെ ചിലവർക്ക് സേവിങ് ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് ആയിരിക്കാം. അങ്ങനെയും പറയാം. പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. ചിലവർക്ക് ആവശ്യമുള്ളവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നും ആയിരിക്കാം. നിങ്ങൾ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നു, കുറച്ച് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്ന രീതി, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവാം. ദാറ്റ് എൻ്റെ കയ്യിലുള്ളത് പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ ഇവിടെ ചില സമയത്ത് നമ്മൾ ചില കാര്യത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണോ, അതോ അതായത് നിങ്ങൾ ഓപ്പൺ അപ്പ് ആവേണ്ടതുണ്ടോ, കുറച്ചുകൂടി ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ടോ, അതോ എന്താ പറയുക, ഏത് തരത്തിലാണ് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ. ഓക്കെ, ആൻഡ് ഓവർകം എനി ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ഒബ്സ്റ്റക്കിൾസും ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കുറച്ച് മേ ബി പേടികളായിരിക്കും, നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സാണ്, നിങ്ങൾക്ക് പേടികളാണ്.
എന്നിട്ട് ഞാൻ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടി, ഓക്കെ, കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ലേ എന്നുള്ള പേടി, പൈസ നഷ്ടപ്പെടും എന്നുള്ള പേടി, ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക, ആവശ്യമുള്ളവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് പേടിയാവുക, ശരിക്കും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൂടി പറയാതിരിക്കുക, ഇമോഷൻസിനെ കൺട്രോൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചില പേടികളാണ്. പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് എല്ലാ ഒബ്സ്റ്റക്കിളും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ധൈര്യം കൊണ്ടുവരൂ എന്ന രീതിയിലാണ്. ഓക്കെ, റൈനോസറസ് ആണത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് ചാർജ് ചെയ്ത് പോകാനാണ് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആവാം. ഓക്കെ, ഫീലിങ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യണം. പണത്തിൻ്റെ കാര്യമായാലും നിങ്ങൾ നോക്കുക ഏതാ ചെയ്യേണ്ടത്. നിങ്ങൾ സേവിങ് ആണോ ചെയ്യേണ്ടത്, കൂടുതൽ സ്പെൻഡ് ആണോ ചെയ്യേണ്ടത്, ആ രീതിക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂലം പോവാം. ഓക്കെ, മൂലം നക്ഷത്രക്കാർക്ക് നമ്മുടെ ഫുൾ മൂൺ പൗർണമി എങ്ങനെയാണ് നിങ്ങളെ എഫക്ട് ചെയ്യാൻ പോകുന്നത്? തൃക്കേട്ട മൂലം. ഓക്കെ, സോറി, മൂലം നക്ഷത്രക്കാർക്ക് 2 കാർഡ് വന്നു. ഓക്കെ, ഞാനോ പെഡിക്കിൾസ് ഇവിടെ ഇരുന്നോട്ടെ എന്തായാലും. ആൻഡ് യു നീഡ് ടൈം അലോൺ ടു ഗെയിൻ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് നമ്മൾ ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലേശം എന്നൊരു ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, ഓൾറെഡി നിങ്ങളങ്ങനെ ഒറ്റപ്പെട്ട് കുറച്ചൊന്ന് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുന്ന ദിവസം. ഓക്കെ, അതൊരു കണക്കിന് നല്ല തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഇരുന്ന് പക്ഷെ നിങ്ങളത് ഡിപ്രഷനിൽ ഇരിക്കാനല്ല, ഓക്കെ, വിഷമിച്ചിരിക്കാനല്ല, പക്ഷെ നിങ്ങൾ കാര്യങ്ങളെ കൂടുതൽ ആലോചിക്കാനോ മനസ്സിലാക്കാനോ ആ സമയം ഉപയോഗിക്കുക നിങ്ങളുടെ. ഓക്കെ, അതായത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, നിങ്ങളുടെ ചുറ്റും എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്ന് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനായിരിക്കാം. ഓക്കെ, റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളൂ. അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ദാറ്റ് ചിലപ്പോൾ ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കാൻ തോന്നാം. ഓക്കെ, എടുത്തോളൂ, ആ സമയം എടുക്കൂ. ഓക്കെ, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാം, തനിച്ചിരിക്കാം, പക്ഷെ അത് ഒരു ഡിപ്രഷൻസ് ഫേസിലേക്ക് ആ രീതിക്ക് നിങ്ങൾ എടുക്കാതിരിക്കുക പ്ലീസ്. ഓക്കെ, നിങ്ങൾ അവനവനെ മനസ്സിലാക്കാനൊക്കെ ടൈം. ചിലവർക്ക് മെഡിറ്റേഷൻ്റെ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ഒരു സമയം എടുത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ യൂസ് ചെയ്യാം. മെഡിറ്റേഷനൊക്കെ ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മേ ബി ഇന്ന് മുഴുകാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ ഒരു കുറച്ച് സമയം തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. മേ ബി ചില ഫൈനാൻസ് കാര്യങ്ങളുടെ തീരുമാനങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ്, ആക്ച്വലി നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ മേ ബി ചിലപ്പോൾ ഇവിടെ ആക്ച്വലി ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും കുറച്ച് ദിവസമായിട്ട്, വളരെ ഹാർഡ് വർക്ക്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിന്ന് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഗുഡ്, കുഴപ്പമില്ല. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് ഫൈനാൻസ് കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കാം. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല, ഇനിയും എനിക്കൊന്നും ആയിട്ടില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല എന്നുള്ള ചിന്തകളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നുണ്ട്. 9 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിട്ടാണ്, ഇൻഡിപെൻഡൻസ് വരുന്നതായിട്ടാണ്. അതായത് നമ്മുടെ കരിയറിൽ ഗ്രോത്ത് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടാണെങ്കിൽ വിഷമിക്കാതിരിക്കുക. ഓക്കെ, മെഡിറ്റേഷനോ കാര്യങ്ങളോ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് അവനവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരും എന്നുണ്ട് ഇവിടെ അഡ്വൈസ്. ഇന്നത്തെ ദിവസം നിങ്ങൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയം എടുത്തോളൂ, കുഴപ്പമില്ല. വിഷമിച്ചിരിക്കാനല്ല പക്ഷേ കേട്ടോ. ഓക്കെ, ഓക്കെ, ഓവർകം മെനി ഒബ്സ്റ്റക്കിൾ എന്ന് തന്നെയാണ്. വീണ്ടും സെയിം കാർഡാണ് നേരത്തെ വന്നത്. പോട്ടെ, നിങ്ങളോട് പറയുന്നതും നിങ്ങൾക്ക് എല്ലാം ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന് തന്നെയാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. അവനവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ശരിയാവും. മൂലം നക്ഷത്രക്കാർക്കാണിത്. ഓക്കെ, നമുക്ക് പൂരാടം നോക്കാം. നമുക്ക് ഇനി നെക്സ്റ്റ് പൂരാടം നക്ഷത്രക്കാർക്ക്. ഓക്കെ, 5 സോർഡ്സ് ആണ്, കോൺഫ്ലിക്ട്സിൻ്റെ കാര്യമാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഇന്നത്തെ ദിവസം ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ്. വാച്ച് യുവർ വേർഡ്സ്. യെസ്, കോൺഫ്ലിക്റ്റ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, ആരോടെങ്കിലും ഫൈറ്റ് വരാനുള്ള ഒരു സാധ്യതയാണ്. ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക, നിങ്ങളെ തെറ്റിദ്ധരിക്കുക, നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ആക്ച്വലി ഇവിടെ ഐ തിങ്ക് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, അതായത് ആവശ്യമുണ്ടോ ആ തർക്കം?
ചില സമയത്ത് നമ്മളത് തീരുമാനിക്കണം, എന്ത് ഫൈറ്റ്സ് ആണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട സമയങ്ങളുണ്ടാവും, ചിലത് നമ്മൾ മിണ്ടാതെ പിന്നോട്ട് മാറേണ്ട സാഹചര്യങ്ങളുണ്ടാവും. നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തി എന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവിടെ അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അതിനെപ്പറ്റി നിങ്ങൾ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. ചിലവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളോട് വാച്ച് യുവർ വേർഡ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കാം. ഓക്കെ, ഈ പറയുന്ന വാക്കുകൾ ഓക്കെ പിന്നീട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് ഇപ്പം എന്തെങ്കിലും നിങ്ങൾ വീട്ടിലോ ഫാമിലിയിലോ നിങ്ങളുടെ ബന്ധങ്ങളിലോ റിലേഷൻഷിപ്പിലോ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ പൂരാടം നക്ഷത്രക്കാർക്കാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് അങ്ങനെ വലുതും വരുന്നുണ്ടെങ്കിൽ, പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കുക എന്ന ദിവസം. ഓക്കെ, ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് തർക്കം വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഒന്ന് സൂക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. ആരെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളതിനെ പറഞ്ഞ് തിരുത്താനോ നിങ്ങൾ ഇപ്പോൾ ഐ തിങ്ക് ക്ലിയർ ആക്കാനോ ഒന്നും പോവാതിരിക്കുക, വിട്ടേക്കുക അതിനെ. ഓക്കെ, അല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റില്ല ഞാനത് ക്ലിയർ ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ അവിടെയും നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അവർ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അതേ ആ ഒരു നാണയത്തിൽ നമ്മൾ തിരിച്ചു കൊടുത്തു പോകും അല്ലേ. അപ്പോൾ അതൊന്നും നിങ്ങളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, നമ്മുടെ പൂരാടം നക്ഷത്രക്കാർക്കായിരുന്നു. ഓക്കെ, ഇനി ഉത്രാടം എടുക്കാം നമുക്ക്. ഉത്രാടം എന്താണ് കാണുന്നത്? ഓക്കെ, 10 of swords. ഓക്കെ, വളരെയധികം ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ്, സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലൈറ്റ് ലെറ്റ് ഇറ്റ് ഷൈൻ, സറണ്ടർ. ആക്ച്വലി ഇത് 3 കാർഡും എനിക്ക് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് പറയാൻ തോന്നുന്നുണ്ട്. കാരണം ശരിക്കും നിങ്ങൾ നല്ലോണം സ്ട്രെസ് ആയിട്ടുള്ളതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഓക്കെ നിങ്ങളെ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആൾക്കാർ പോലും നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം. ചിലവർ നിങ്ങളെ, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട്, സ്ട്രെസ് അടിക്കുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമായി, നിങ്ങളിപ്പോൾ ആരെങ്കിലും വിട്ടുപോയി, എന്ത് തന്നെ ആയാലും ശരി, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന രീതിക്കാണ്. അത് നിങ്ങളെ വല്ലാതെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ ഒട്ടും. പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു പേഴ്സൺ ആവണമെന്നില്ല, ചിലപ്പോൾ സാഹചര്യം കൊണ്ടായാലും. ഓക്കെ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് എന്ന രീതിയിലാണ്. 10 ആണ് നമ്പർ. 10 എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു എൻഡിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ടവർ കാർഡിൻ്റെ എഫക്റ്റ് നമുക്ക് പറയാം. നിങ്ങളെ ആരെങ്കിലും എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ലോസ് വന്നു, ചതിച്ചു, ചീറ്റ് ചെയ്തു, നിങ്ങളെ വിട്ടുപോയി, വേദനിപ്പിച്ചു, എന്ത് തന്നെ ആയാലും ശരി, വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യതയാണ്. ഓൾറെഡി നടന്നിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ആ സ്ട്രെസ്സിലാണിപ്പോൾ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് വേണ്ട, ഇവിടെ വേണ്ട, ആദ്യം ഇത് പറയാം. ഓക്കെ, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കാം. ട്രൂത്ത് ട്രാൻസെൻസ് ഇല്യൂഷൻ എന്നാണ്. അപ്പം ചില സത്യങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞ ചതിയുടെ കാര്യം. ആരെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത വ്യക്തികൾ ആരെങ്കിലും നിങ്ങളെ ചതിച്ചതായിരിക്കാം, നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശരിക്കും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവിടെ അല്ലേ. നമ്മൾ ആരെ ട്രസ്റ്റ് ചെയ്യണം, എന്തിനെ ട്രസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇനി ഐ തിങ്ക് ഇനി അത് ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെ നിങ്ങൾക്ക് പേടിയുണ്ടാവും. ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ചില സത്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ട് കെയർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് സറണ്ടർ നൗ എന്ന് പറയുന്നത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാം. ഓക്കെ, ചില കാര്യങ്ങൾ അത് നടക്കാനുള്ളതായിരുന്നു, അങ്ങനെ തന്നെ അത് സംഭവിക്കേണ്ടതായിരുന്നു. എന്ത് തന്നെയായാലും, ഈവൻ ജോലി പോയി, അല്ലെങ്കിൽ സ്ഥലം അല്ല മീൻസ് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു ചെയ്തു, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, എന്ത് തന്നെ വന്നാലും അത് യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്തോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു കാര്യം നടക്കേണ്ടത് തന്നെ ആയിരുന്നു. ഓക്കെ, എന്ന് സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്. പക്ഷേ ഇനി മുന്നോട്ട് ഓക്കെ ഇതിൽ നിന്ന് ലെസൺ പഠിച്ച് ഇനി ഒരിക്കലും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്താതെ നമ്മൾ ശ്രമിക്കാം മാക്സിമം. ആൻഡ് അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു എവിടെയോ നിങ്ങൾ അവനവനെ തന്നെ ഷൈൻ ചെയ്യാൻ വിട്ടിട്ടില്ല. അതായത് നിങ്ങൾ ആക്ച്വലി ഇനിയും ഷൈൻ ചെയ്യും എന്ന് പറയാം. ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ അങ്ങനെ പറയാം. ആക്ച്വലി 4 + 6 10 ആണ് ഇവിടെ. 46 ആണ്, 10 ആണ് നമ്പർ. സോ 10 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എൻഡിങ് കഴിഞ്ഞാൽ ഒരു ബിഗിനിങ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഷൈനിങ് വരും, അത് തീർച്ചയായിട്ടും വരും. പക്ഷേ ഐ തിങ്ക് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ ധൈര്യം കൊണ്ടുവന്നേ പറ്റൂ. ഓക്കെ, ഒന്ന് ശ്രമിച്ച് മുന്നോട്ട് വരിക, ദൈവത്തിനെ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. ഇതിൽ ഞാൻ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഉത്രാടം ആൾക്കാർക്കായിരുന്നു ഇത്. ഓക്കെ, ഉത്രാടം കുറച്ച് വിഷമമായിരുന്നു കണ്ട്. സാലേ നമുക്ക് ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, ശരിയാവും. ഓരോ സമയങ്ങളുടെയാണ്, അത്രയേ ഉള്ളൂ, എല്ലാം കടന്നു പോവും.
ഓക്കെ, തിരുവോണം നോക്കാം നമുക്ക്. തിരുവോണം നക്ഷത്രക്കാർക്ക് എംപറർ ആണ്. ഓക്കെ, എംപറർ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളുടെ ഓക്കെ, എംപറർ എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് വല്ല ജോലിയിൽ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നതായിട്ടാണ് പറയാം നമുക്ക്. ഓക്കെ, ലീഡർഷിപ്പ് ലെവലിലേക്ക് എത്തുന്നതായിട്ട് പറയാം. ചിലവർക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് പേഴ്സൺ ആണ്, സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക് ആണ്. നിങ്ങൾക്ക് എല്ലാവരെയും നയിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഫാമിലിയെ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം. ജോലി സ്ഥലത്തായാലും നിങ്ങൾ ലീഡർഷിപ്പ് ലെവലിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, പക്ഷേ ഇത് ലേശം ഒരു ഈഗോ വരുന്ന ഒരു കാർഡ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈഗോ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം നടക്കും, നല്ല രീതിയിൽ നടക്കും. പക്ഷേ നിങ്ങളുടെ ഈഗോയിലേക്ക് വരരുത്. ഓക്കെ, ഈഗോ നിങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് അതായത് ഒരു പൊസിഷനിൽ, ഹൈ പൊസിഷനിൽ ഇപ്പോൾ നിങ്ങൾ എത്തിയെന്ന് വിചാരിക്കാം, അതൊരിക്കലും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മേലെയായി ഞാൻ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, ആ ഒരു ഈഗോ വരരുത് എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഹമ്പിളായിട്ടിരിക്കണം. ഓക്കെ, ഹമ്പിളായിട്ടിരിക്കുക. നമ്മൾ വളരെ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്തിരിക്കുക. ആക്ച്വലി ദൈവമാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്, യൂണിവേഴ്സാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഹമ്പിൾനെസ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ എപ്പോഴും എനിക്ക് ഈ കാർഡ് നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഇതിലുണ്ട്. ഒരു അല്പം ഈഗോ അടിക്കുന്ന ഒരു കാര്യം പറയാറുണ്ട്. ചിലവർ ഈഗോ കാരണം നിങ്ങൾ വളരെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ അധികം ഓപ്പണായിട്ട് വളരെ ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കില്ല. അപ്പോൾ അല്പം കൂടി അതിലൊക്കെ ഒന്ന് മാറ്റം വരുത്താം. നിങ്ങൾക്ക് സാധിക്കും. എനിവേ, നിങ്ങൾ ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് എന്താ പറയുക, പ്രൊമോഷനൊക്കെ കിട്ടാം. ചിലവർക്ക് മാരേജ് നടക്കാം. എംപറർ എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ് എന്ന രീതിക്ക് മാരീഡ് പേഴ്സൺ എന്ന് പറയും. സോ മേ ബി ചിലവർക്ക് മാരേജ് വരാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫോക്കസോടെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഓർമ്മ വയ്ക്കുക, അതൊരിക്കലും അത് ഈഗോയിലേക്ക് വരരുത്. എന്തെങ്കിലും സക്സസ് ഒക്കെ കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ഓർമ്മ വയ്ക്കാം. ആൻഡ് ഓക്കെ, നമുക്ക് ഒരു ഒറാക്കിൾ മെസ്സേജ് എടുത്തേക്കാം. 10 to the small things. യെസ്, ഓക്കെ, നിങ്ങൾ ഇവിടെ നിങ്ങൾ വലിയ 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 കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത്. അതാണ് നമ്മൾ ഹമ്പിളായിട്ടിരിക്കുക എന്ന് കൂടി പറഞ്ഞത്. ഓക്കെ, 10 to the small things. ചിലപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, വല്ല ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, കരിയർ ഗ്രോത്ത്, ഫാമിലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ മാരേജ് ഒക്കെ കഴിയും, അങ്ങനെയുള്ള സമയങ്ങളിലും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളപ്പോൾ നിങ്ങൾ നോക്കാൻ തുടങ്ങണം. ബിക്കോസ് നിങ്ങളുടെ മേലെ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി വരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ഇനി ശ്രദ്ധ വെക്കണം എന്ന രീതിക്കാണ്. എപ്പോഴും ഹമ്പിളായിട്ടിരിക്കും വേണം. അതുകൊണ്ട് ഓക്കെ, നിങ്ങൾക്ക് വരും, നല്ലത് വരുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കാം. തിരുവോണം ആയിരുന്നു ഇത്. നമുക്കിനി അവിട്ടം എടുക്കാം അല്ലേ. ഓക്കെ, അവിട്ടം നക്ഷത്രക്കാർക്ക് എന്താ വരുന്നത്? അവിട്ടം നക്ഷത്രം ഫുൾ കാർഡാണ്. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ. ഐ തിങ്ക് ഇത് വേറെ ആർക്കും അത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾ തുടങ്ങും. ഓക്കെ, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കാണുന്നുണ്ട്. നിങ്ങളൊരു റിസ്ക് എടുത്തിട്ട് ആക്ച്വലി ഒരു ജേർണിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന പോലെയാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു ചെറിയ റിസ്ക് ആണ്. നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ സക്സസ് വരുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല നിങ്ങൾക്ക്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ആണ്. ഐ മീൻ നിങ്ങളതിന് തയ്യാറെടുക്കുകയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത് നടക്കുമോ കാര്യം എന്നുള്ള അറിയില്ല. ബട്ട് ഒരു ട്രസ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയില്ല, ഒരു റിസ്ക് എടുത്തിട്ടായാലും എന്തെങ്കിലും ഒരു കാര്യം പുതിയത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്. ഓപ്പൺ ടു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റി. യെസ്, ഓക്കെ, ആൻഡ് ടൈം ഫോർ ബിഗിനർ മൈൻഡും ഉണ്ട്. ഓക്കെ, സോ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസും ഉണ്ട് ഇവിടെ. യൂണിവേഴ്സ് നിങ്ങളോട് വാർണിംഗും പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തോളൂ, കാര്യങ്ങൾ നല്ല തന്നെയാണ്. നിങ്ങൾ പോസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോയിക്കോളൂ എന്ന രീതിക്ക് വരുന്നുണ്ട്. ആൻഡ് ടൈം ഫോർ ബിഗിനർ അതായത് എന്തെങ്കിലും തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് നല്ലൊരു ടൈമാണ്, ചെയ്തോളൂ എന്ന രീതിക്ക് തന്നെയാണ്. ആൻഡ് യൂണിവേഴ്സ് പറയുന്നുണ്ടായിരുന്നു മെല്ലെ സ്ലോ ആയിട്ട് ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, എടുത്തു ചാടി ചെയ്യേണ്ട, സ്ലോ ആയിട്ട് പോവാം ആയിട്ട് കാര്യങ്ങൾ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ചെയ്യുന്ന പുതിയ തുടക്കമാണ്. സോ അതുകൊണ്ട് നിങ്ങളെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോവാം. ഓക്കെ, റിസ്ക് ആണ്. സോ സൂക്ഷിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന രീതിക്കാണ്. ഇത് നമ്മൾ ഏതായിരുന്നു? അവിട്ടം അല്ലേ. ഓക്കെ, അവിട്ടംകാർക്കായിരുന്നു ഇത്. ഇനി നമുക്ക് ചതയം നോക്കാം. ഓക്കെ, ചതയം നക്ഷത്രം.
ഓക്കെ 8 ഓഫ് wands ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. ചിലവർക്ക് യാത്ര എന്ന് പറയാം. ഇവിടെ ആക്ച്വലി 8 ഓഫ് കപ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അറിയാതെ. സോ ഓക്കെ, 8 ഓഫ് wands പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലാണ് പറയുക, അല്ലെങ്കിൽ ഒരു വാക്കിംഗ് അവേ ആക്ച്വലി വരുന്നുണ്ട്. സോ യാത്രകളുടെ കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് എന്ന രീതിക്ക് പറയാം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്ന രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മെസ്സേജസ് വരുന്നു എന്ന് പറയാം. ചിലവർക്ക് നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിട്ട് സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളൊരു മെസ്സേജൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം തെറ്റ്, നിങ്ങൾ വിട്ടു പോകുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരോടെങ്കിലും നിങ്ങൾ ആ മെസ്സേജ് പറയാനുള്ള സാധ്യതയാണ്. ചിലവർക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന കാര്യം. ഓക്കെ, സ്റ്റക്കായിട്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് എന്നും പറയും. ഓക്കെ, പെട്ടെന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ, അതായത് നിങ്ങൾ ഹോപ്പ് കൈവിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഹോപ്പ് കൈവിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നതായിട്ട്, ഓക്കെ, നിങ്ങൾ കുറേ ആയിട്ട് സ്റ്റക്കാണ്, കാര്യങ്ങൾ ഒന്നും നീങ്ങുന്നില്ല, വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ പറയാം. ഓക്കെ, സ്വീറ്റ് റിസൾട്ട്സ് അവൈറ്റ്. യെസ്, നിങ്ങൾക്കപ്പോൾ എന്തോ ഒരു സ്വീറ്റ് റിസൾട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മെസ്സേജിൻ്റെ കാര്യം, ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാത്തിരുന്ന കാര്യം, ഓക്കെ, മുന്നോട്ട് നടക്കുന്നു എന്ന രീതിയിൽ പറയാം. നിങ്ങൾക്ക് നല്ല സ്വീറ്റ് ആയിട്ട്, നിങ്ങൾ കുറച്ചായിട്ട് മേ ബി വെയിറ്റിങ്ങിലായിരിക്കും, ആ വെയിറ്റിംഗ് എനർജി ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും, കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വരികയാണെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്, അല്ല നിങ്ങൾക്ക് ട്രാവലിംഗ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ, ഓക്കെ, നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ, സ്വീറ്റ് ആണ് അത്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല സന്തോഷം തരുന്ന കാര്യമാണ് എന്നാണ്. ഓക്കെ, സന്തോഷം തരുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് നമ്മുടെ ചതയംകാർക്കായിരുന്നു. ഇനി പൂരൂരുട്ടാതി എടുക്കാം. ഓക്കെ, എന്താണ് വരുന്നത്? ഓക്കെ, മജീഷ്യൻ. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച് എന്തെങ്കിലും നേടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എല്ലാ കഴിവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ്. ആക്ച്വലി മേ ബി നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലവർ. അങ്ങനെയാണെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നാണ്. ചിലവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ പവർ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടാൻ ഐ തിങ്ക് നിങ്ങൾക്ക് കഴിയും എന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രമിച്ച കാര്യങ്ങളിൽ, നിങ്ങൾ എഫേർട്ട് ഇട്ട കാര്യങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുമെന്ന രീതിയിൽ പറയാം. ആൻഡ് നിങ്ങൾക്ക് തന്നെ കഴിവുണ്ട്. ഓക്കെ, എന്ത് വേണോ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, ചിലവർക്ക് ഇവിടെ നമ്മൾ നെഗറ്റീവ് വലുത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും ചുറ്റുപാട് ആരെങ്കിലും നിങ്ങളെ ചതിക്കുക, ചീറ്റ് ചെയ്യുക, മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് പക്ഷെ തോന്നുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല, എന്തെങ്കിലും നെഗറ്റീവ് നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളെ ഓക്കെ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ മെയിൻലി മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോൾ യെസ്, നിങ്ങളുടെ ഒരു പവറിലേക്ക് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കഴിവുകളുണ്ട്, നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതെന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഓക്കെ, മജീഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സക്സസിൻ്റെ കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാം. ആക്ച്വലി മാനിഫെസ്റ്റേഷൻ തുടങ്ങാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് യൂസ് ചെയ്യുക, അഫർമേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ്സ്. എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ചില വീഡിയോസൊക്കെ ഉണ്ട്, ഒന്ന് എടുത്ത് നോക്കുക. ഗൈഡൻസ്, ലേ എ സോളിഡ് ഫൗണ്ടേഷൻ. യെസ്, ആക്ച്വലി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കാര്യങ്ങളെ നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രോപ്പർ എഫേർട്ട് ഇടുക. ഓക്കെ, എന്തും ചെയ്യുന്നത് നിങ്ങൾ വളരെ സോളിഡായിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നല്ലൊരു ഫൗണ്ടേഷനായിട്ട് ബിൽഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വന്നാൽ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, പവർ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, എങ്ങനെ നിങ്ങൾക്കൊരു കാര്യം വേണം, എന്ത് വേണം എന്ന് തീരുമാനിക്കുക, അതെങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുക, അതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്കൊരു സക്സസ് ഉറപ്പാണ്. ഓക്കെ, സോ ആദ്യം തന്നെ ആ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, അതിനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. സോ അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും മുന്നോട്ട് വരും. ഓക്കെ, ഇന്നത്തെ ദിവസം മേ ബി നിങ്ങളത് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതിനു വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്റ്റെപ്സ് എടുക്കുന്നതായിട്ട്. ഓക്കെ, നമുക്കിനി ഉത്രട്ടാതിയിലേക്ക് പോകാം അല്ലേ.
ഓക്കെ, ഉത്രട്ടാതി ലാസ്റ്റ് 1-2 കൂടെ ഉള്ളൂ. ഓക്കെ, ഉത്രട്ടാതി സ്റ്റാർ ആണ്, വെരി ഗുഡ്. സ്റ്റാർ ആൻഡ് ജഡ്ജ്മെന്റ് ആണ്, ഗുഡ്. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന രീതിയിലാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, സോറി കാർഡ് ഐ തിങ്ക്, ഓക്കെ ഐ എം സോറി, ഓക്കെ കാർഡ് ഞാൻ മറക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ കൈവയ്ക്കാം. നിങ്ങളോട് പറയുന്നത് ഓക്കെ, അപ്പോൾ സ്റ്റാർ കാർഡ് പറയുന്നത്, സോറി ഞാൻ കാർഡൊന്ന് മറക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ കാർഡ് പറയുന്നത് നിങ്ങളോട് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ആൻഡ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു കാർഡാണിത്. ഓക്കെ, നിങ്ങൾ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വിഷമിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും എന്ന രീതിയിലാണ്. മോട്ടിവേറ്റ് ആയിട്ട് മീൻസ് ഒരിക്കലും ഒരു ഹോപ്പ് കൈവിടരുത്. ഓക്കെ, സ്റ്റാർ എന്ന് പറയുമ്പോൾ ഹോപ്പ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനോട് പറയൂ, അത് തീർച്ചയായിട്ടും നടക്കും എന്ന രീതിയിലാണ്. ഓൾറെഡി നിങ്ങൾ ഒരു സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അധികം വൈകാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ബാക്കിൽ ആക്ച്വലി ഇവിടെ ബാക്ക് ഓഫ് ദ ഡെക്ക് നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. സോ മേ ബി ന്യായം നടക്കും നിങ്ങളോട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കൈവിട്ടിട്ടുണ്ടാവാം. ദറ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴെങ്കിലും നിങ്ങളെ തരും എന്നുള്ളൊരു ഹോപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ഹോപ്പ് കൈവിടരുത് എന്നാണ്. ഓക്കെ, എത്ര ഡാർക്ക്നെസ്സിലും നമ്മൾ പറയില്ലേ ഒരു വെളിച്ചം ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ബി ലോയൽ ടു വാട്ട് യു ലവ്. ഓക്കെ, ആൻഡ് റീക്ലെയിം യുവർ പവർ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഹോപ്പ് കൈവിടരുത്. നിങ്ങളുടെ പവറിൽ നിങ്ങൾ എപ്പോഴും തിരിച്ചു പിടിക്കുക നിങ്ങളുടെ പവറിനെ. ഓക്കെ, ആൻഡ് ബി ലോയൽ ടു വാട്ട് യു ലവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഓക്കെ, അതിനെ നിങ്ങൾ വിട്ട് കളയരുത്. ഓക്കെ, അതിനോട് നിങ്ങൾ നീതി പുലർത്താന്ന് മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി നീതി എന്ന് വന്നുകൊണ്ടു നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, നിങ്ങൾ വിട്ട് കളയരുത് അതിനൊരിക്കലും. ഓക്കെ, നടക്കുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നൊക്കെ തോന്നിയിട്ട് അതിനിടയിൽ വെച്ച് നിർത്തി കളയരുത്. ഓക്കെ, അതിന് മാക്സിമം നമ്മൾ വേണ്ട എഫേർട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അതിന് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. ഓക്കെ, സോ സ്റ്റാർ കാർഡ് അതായിരുന്നു നമുക്ക് ഉത്രട്ടാധികാർക്കായിരുന്നു. ഓക്കെ, ലാസ്റ്റ് നമുക്ക് രേവതി. ലാസ്റ്റ് ആണോ ഒന്നും അല്ലേ? ഐ തിങ്ക് ലാസ്റ്റ് രേവതിയാണ്. ഓക്കെ, രേവതി നക്ഷത്രക്കാർക്ക് കൂടി എടുത്തേക്കാം. എന്താ പറയുന്ന, ഇത് ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്ത് എല്ലാവരുടെയും പേരൊക്കെ മേലെ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ എനിക്ക് പണിയുണ്ട് ഇനി. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വരുന്നു, ഒരു ന്യൂസ് വരുന്നു, ഒരു ഓഫർ വരുന്നു. നിങ്ങൾക്ക് ജോലിയുടെ ഓഫർ ആയിരിക്കാം, ചില പല ഗിഫ്റ്റ് വരുന്നതായിരിക്കാം, ആരെങ്കിലും നിങ്ങളോട് സോറി പറയുന്നതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനായാലും ശരി, നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ്, എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ് ബിഗിനിങ് സ്റ്റേജ്. ഓക്കെ, ബിസിനസ്സിലായാലും ശരി, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യത്തിൻ്റെ ആയിരിക്കാം. നിങ്ങൾക്കൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു നമ്മൾ ബിൽഡിംഗ് സ്റ്റെപ്പ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ അതേത് കാര്യത്തിലായാലും ശരി, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മണി ഗിഫ്റ്റായിട്ട് ആരെങ്കിലും തരും. ഓക്കെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യൂ എന്ന രീതി പറയാം. ആക്ച്വലി നല്ല ന്യൂസ് വരുന്നു എന്ന് പറയാം, ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. ഇവിടെ വേറെന്താ പറയാനുള്ള, എനിക്ക് ഫൈനാൻഷ്യൽ സക്സസ് എന്ന രീതിക്കാണ് ഓപ്പർച്യൂണിറ്റി മെയിനായിട്ട്. ഓക്കെ, ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഓഫർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് അത് വരുന്നുണ്ട്. എന്തെങ്കിലും സോറി ഇതെന്തിനാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി പുതിയത് കിട്ടുന്ന രീതിയിലാണ് കാണുന്നത്. സോ ഒരു നല്ല കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ബി ഹിയർ നൗ. ഓക്കെ, ലൈഫ് ഇസ് എ മിസ്റ്ററി. ഓക്കെ, ഇപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തൽക്കാലം ഫ്യൂച്ചർ എന്താവും എന്ന് ഓർക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിനെ കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുക. അതായത് ഇപ്പോൾ ജോലിയുടെ ഓഫർ വന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വരുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അത് വരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജസ്റ്റ് സമാധാനമായിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ വേറെ തുടങ്ങാനുള്ള പ്ലാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഫ്യൂച്ചർ എന്താവും ആലോചിക്കേണ്ട, ചെറിയ തുടക്കമായിരിക്കാം. ഓക്കെ, ഒരു ചെറിയ സ്റ്റെപ്പായിരിക്കാം ഇത്, നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന പോലെയാണ്. സോ അപ്പോഴേക്കും നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോഴത്തെ സമയം നിങ്ങൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാം. അതായത് നമ്മളൊരു കാര്യം മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് വരിക എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് എൻജോയ് ചെയ്യാം എന്ന് മാത്രമല്ല, മേ ബി ചിലവർക്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെടും. സ്ട്രെങ്ത് കാർഡ് ഉണ്ട് ഇവിടെ.
ഓക്കെ. നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് വന്നൊരു സോറി പറയുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ. സോ അപ്പോൾ പൗർണമി ദിവസത്തെ ഇതൊക്കെയായിരുന്നു റീഡിങ്സ്. ഓക്കെ, ഇനി ബാക്കി പണിയിൽ ഞാൻ കിടക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഫുൾ മൂൺ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. അതിൽ എല്ലാ റെമഡീസും നിങ്ങൾ ചെയ്യണം എന്നല്ല, അതിൽ പറ്റുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത്, താല്പര്യമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഫുൾ മൂൺ ന്യൂ മൂൺ വീഡിയോസ് രണ്ടും കാണാം, രണ്ടും ചെയ്തോളൂ, വിരോധമൊന്നുമില്ല. ഇതൊക്കെ ആൻഡ് ഫുൾ മൂൺ ന്യൂ മൂണിൽ മാത്രമല്ല ആ റെമഡീസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. നിങ്ങൾക്കൊരു എന്താ പറയുക, ടെൻഷൻ തോന്നുന്നു, വിഷമം തോന്നുന്നു, കൂടുതൽ സങ്കടങ്ങൾ ഫീൽ ചെയ്യുന്നു, കാര്യങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് പിടികിട്ടുന്നില്ല, അതൊന്നൊക്കെ എടുത്ത് കണ്ടു നോക്കുക. അതിൽ ചില മെത്തേഡ്സ് ഞാൻ പറയുന്നത് ഒന്ന് നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഓക്കെ, എനിവേ ഞാൻ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.